അമേരിക്കയുടെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. കാരണം അമേരിക്ക പറഞ്ഞത് അതിലെ കൂടുതൽ സൈന്യത്തെ അയക്കും എന്നുള്ളതാണ്. ശക്തമായ പിന്തുണ ഇസ്രായേലിന് അമേരിക്കയുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഗാസയിലെ ആക്രമണമാണെങ്കിലും ലെബനിലെ ആക്രമണമാണെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ അതിൻ്റെ ഒരു കാര്യമാണ്. സ്റ്റീഫൻ, നമ്മൾ മനസ്സിലാക്കുന്നത് തിരിച്ചുള്ള ആക്രമണവുമുണ്ട് ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന്. ഏതാണ്ട് 200ഓളം റോക്കറ്റുകൾ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, വിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ഡിഫൻസ് സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ അതിനെയൊക്കെ തകർക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ ആളുകളോട് മാറി താമസിക്കാനോ വല്ലതും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്താണ് ഇസ്രായേലിലെ ഒരു സാഹചര്യം ഈ വലിയ ആക്രമണത്തിന് ശേഷം? ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായിട്ട് അവിടുന്ന് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് കൂടുതലും നോർത്ത് സൈഡിൽ, പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈഫ എന്ന് പറഞ്ഞൊരു പട്ടണമാണ്, വളരെ ജനസാന്ദ്രതയുള്ള ഒരു പട്ടണമാണ്. ഹൈഫയിൽ ഏകദേശം 8ഓളം റോക്കറ്റ്സ് അവർ ഫയർ ചെയ്തു. പക്ഷെ ഒന്നുപോലും നമുക്കിവിടെ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം അപ്പൊ തന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജനങ്ങളോട് ഇവിടെ അവര് എടുക്കേണ്ട പ്രിക്കോഷൻസ് അപ്പൊ തന്നെ നമ്മൾ, പിന്നെ അത് കൂടാതെ നമുക്കിവിടെ ഒരു സംവിധാനമുണ്ട്. നമുക്കിവിടെ എല്ലാവരുടെയും ഫോണിലുള്ള സംവിധാനമുണ്ട്. IDF-ന്റെ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക്, നമ്മൾ താമസിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ സോഫ്റ്റ്വെയർ അത് നമ്മുടെ ഫോണിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് ഫയർ ചെയ്ത് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫോണിൽ അലേർട്ട് ആവാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നിലവിലിവിടെ അങ്ങനെ നമുക്കിവിടെ അധികം പ്രശ്നങ്ങളോ നാശനഷ്ടങ്ങളോ കാഷ്വാലിറ്റീസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നലെയും ഉച്ചയ്ക്ക് ശേഷം തൊട്ട് ഒരു ഏകദേശം വെളുക്കോളം ഭയങ്കരമായിട്ട് ഫയറിംഗ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും. ശ്രീ ഡെന്നി, പറഞ്ഞോളൂ സ്റ്റീഫൻ. ശക്തമായ റോക്കറ്റ് ആക്രമണമാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു റോക്കറ്റ് ആക്രമണമാണ്. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പ്രദേശങ്ങൾ, അതായത് നോർത്തേൺ ഭാഗത്ത് അങ്ങനെ വലിയ ഇഷ്യൂസ് ഉണ്ടാവാത്തതാണ്. പക്ഷെ ലെബനന്റെ സൈഡിൽ നിന്ന് ഇന്നലെ ഉണ്ടായത് ശക്തമായ റോക്കറ്റ് ആക്രമണമായിരുന്നു. പക്ഷേ അത് കാഷ്വാലിറ്റീസോ അങ്ങനെ മറ്റ് പ്രശ്നങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അത് പ്രതിരോധിക്കാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട് ഇസ്രായേലിന്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മളുടെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു ഇതും കാര്യം എന്ന് പറയുന്നത്. ഒരു കാരണം ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആർക്കും ഒരു കാഷ്വാലിറ്റിയും ഇല്ല, ആർക്കും ഇതുവരെ പരിക്കുകളൊന്നുമില്ല.